ഇന്ത്യ ന്യൂസിലാൻഡ് 4ാം T20 മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു. വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ഒരു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇഷാൻ കിഷന് പകരം അർഷ്ദീപിനെ ഒരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു ഇന്ത്യ നടത്തിയത്. ഇഷാൻ കിഷന് ചെറിയ പരിക്കാണെങ്കിൽ പോലും അതിന് പകരം ശ്രേയസിനെയോ അല്ലെങ്കിൽ ഒരു ബാറ്ററെ കൊണ്ടുവരാതെ ഒരു ബൗളറെ കൊണ്ടുവരിക, എക്സ്ട്രാ ബൗളറെ പേസറെ കൊണ്ടുവരിക എന്നുള്ളത്, അതും ഓൾറൗണ്ടർ പോലും അല്ല എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്ത്യനെ സംബന്ധിച്ച് ഇന്നലെ പിഴച്ച് പോയത് ഈ നമ്മുടെ തുടക്കത്തിൽ തന്നെ ഈ ടോപ്പ് ഓർഡറിൽ ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു പെർഫോമൻസ് വളരെ നിരാശപ്പെടുത്തുന്ന പെർഫോമൻസ് ആയിരുന്നു. പല താരങ്ങളും, നമുക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പല താരങ്ങളും ഒരു പ്രതീക്ഷിച്ച രീതിയിലുള്ള ഫോമിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ബാറ്റിംഗ് ഡെപ്ത് നമ്മൾ മുൻ മത്സരങ്ങളെ അപേക്ഷിച്ച് നില വളരെ കുറവായിരുന്നു. അതിന്റെ റിസൾട്ട് തന്നെയാണ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സഞ്ജു സാംസന്റെ ഇന്നലത്തെ ഒരു പെർഫോമൻസ്. ഞാൻ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ സഞ്ജു ഇപ്പൊ 24 റൺ അടിച്ചിട്ടുണ്ട്. നമ്മൾ അഭിഷേക് ഡക്കായ ഒരു മത്സരമാണ്. അപ്പോൾ അഭിഷേക് ഡക്കാവുമ്പോൾ സ്വാഭാവികമായിട്ട് സഞ്ജുവിന്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ കൂടുന്നുണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്തം അതിനനുസരിച്ച് നിറവേറ്റാൻ സഞ്ജുവിന് കഴിയുന്നില്ല. പക്ഷെ സഞ്ജുവിന്റെ ബാറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഫുട് വർക്ക് ഉണ്ടായിരുന്നേ ഇല്ല എന്നുള്ള രീതിയിൽ നമുക്കൊരു വിമർശനം പറയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് നമുക്കറിയാം മിച്ചൽ സാന്റ്നർ, അതുപോലെ തന്നെ മാറ്റ് ഹെൻറി, ഈ 2 ബോളർമാർക്കെതിരെ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഇത് ചെയ്തിരുന്നത്. അതായത് ഈ പരമ്പരയിൽ സഞ്ജുവിന് ഏറ്റവും കൂടുതൽ ഭീഷണിയാകാൻ സാധ്യതയുള്ള 2 ബോളേഴ്സ് സാന്റ്നർ ആണെങ്കിലും മാറ്റ് ഹെൻറി ആണെങ്കിലും, ഈ സാന്റ്നറിനെതിരെ ആ പന്തിൽ കഴിഞ്ഞ ഈ മത്സരത്തിൽ ഔട്ടായ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ നിരാശാജനകം എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് സഞ്ജു എത്രത്തോളം വലിയ സമ്മർദ്ദത്തിലാണ് കളിക്കുന്നത് എന്നുള്ള നമുക്ക് ഇന്നലത്തെ മത്സരത്തിൽ സഞ്ജുവിനെ സ്ട്രൈക്കിൽ നിന്നും വരെ മാറ്റി. സാധാരണ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സഞ്ജുവാണ്. അപ്പോൾ അനാവശ്യമായിട്ടൊരു സമ്മർദ്ദം വേണ്ട എന്ന് കരുതിയിട്ട് സ്ട്രൈക്കിൽ നിന്ന് മാറ്റിയിട്ട് അഭിഷേകാണ് സ്ട്രൈക്ക് ചെയ്തത്. അഭിഷേക് ആ ഫസ്റ്റ് ബോൾ തന്നെ 6 അടിക്കാൻ നോക്കി ഔട്ടാവുകയും ചെയ്തു. ഒരു മിസ് ഷോട്ടായി പോയി ഔട്ടാവുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ പോലും സഞ്ജുവിൻ്റെ ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഡയറക്റ്റ് സ്റ്റമ്പിൽ വന്ന ഒരു പന്തിൽ സഞ്ജു പുറത്താവുന്നു, അത് സ്പിന്നർക്കെതിരെ പുറത്താവുന്നു പറയുമ്പോൾ അങ്ങേയറ്റം നിരാശയുണ്ട്. സഞ്ജുവിന്റെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ സമീപകാലത്ത് ഇപ്പം ന്യൂസിലാൻഡിന്റെ പരമ്പരയിൽ ഒരു തിളങ്ങാൻ താരത്തിന് തീരെ പറ്റുന്നില്ല. ഇപ്പം പറഞ്ഞപ്പോൾ അഭിഷേക് ഡക്കായി, സഞ്ജു ആണെങ്കിൽ പിന്നെ 10ലധികം പന്ത് ഫേസ് ചെയ്തില്ലേ, ഒന്ന് ഭേദപ്പെട്ട സ്കോർ എടുത്തില്ലേ എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ മുൻനിരക്കത്തെ സൂര്യകുമാർ ഇത് 8 എടുത്തുള്ളൂ, ആ പിച്ചിലെല്ലാം അടിച്ചതെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുമെങ്കിലും ഇപ്പൊ സൈഫ് പറഞ്ഞാൽ തന്നെ ഫുട് വർക്കും കാര്യങ്ങളും സഞ്ജുവിന്റെ ബാറ്റിംഗ് കണ്ടറിയാം സഞ്ജുവിന്റെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം താഴ്ന്നിട്ടുണ്ടെന്ന്. ഒന്നീ പറഞ്ഞ പോലെ തന്നെ ഇഷാൻ കിഷൻ ഒന്ന് ഫോമിലായി വരുന്നത് ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ പരമ്പരയിൽ ന്യൂസിലാൻഡിനെതിരെ ഇതുവരെ തിളങ്ങാൻ പറ്റിയില്ല എന്നൊരു ചരിത്രമുണ്ട്. അതിന്റെ ഒരു ബാധ്യത താരത്തിന്റെ മനസ്സിലുണ്ടോ എന്താണെന്ന് അറിയില്ല. അത് സഞ്ജുവിന്റെ ഒരു സ്വതന്ത്രമായ ശൈലിയിൽ കളിക്കുന്ന സഞ്ജുവിനല്ല നമ്മൾ കണ്ടത്. സഞ്ജു ബാറ്റ് എടുത്താൽ ഉണ്ടാവുന്ന ഒരു രീതിയല്ല നമ്മൾ കണ്ടത്. യാതൊരു കോൺഫിഡൻസ് ഇല്ലാണ്ട് നിന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അഭിഷേക് പോകുമ്പം, അഭിഷേക് 1-ാം പന്തിൽ പുറത്താകുമ്പം അവിടെ സഞ്ജു കാണിക്കേണ്ട ഇതുണ്ട്. ഒരു 200 മുകളിൽ ടോട്ടൽ ചേസ് ചെയ്തിരുന്ന ടീമിൽ സഞ്ജു കൊടുക്കേണ്ട ഒരു തുടക്കം അല്ലെങ്കിൽ സഞ്ജുവിൽ നിന്ന് ടീം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുണ്ടായിരുന്നില്ല. സൂര്യ പോകുന്നു, വിക്കറ്റ് പോകുന്നു. ഈ പറഞ്ഞ പോലെ ഇഷാൻ ഇല്ലാത്തൊരു മത്സരം, ഇങ്ങനെ തുടർച്ചയായ വിക്കറ്റുകൾ പോകുന്നു. സഞ്ജുവിന് ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സഞ്ജുവിന് ഇന്നലെ ഒറ്റ മത്സരം കൊണ്ട്, ഇന്നലെ മത്സരം തോറ്റിരുന്നെങ്കിൽ തന്നെ ശിവൻ ദുബെ പോലൊരു ഇന്നിങ്സ്, അല്ലെങ്കിൽ റിങ്കു സിംഗിനെ പോലൊരു ചെറുത്ത് നിൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും വേണ്ട. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ 10 പന്ത് ഫേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 15-20 റൺസ് എടുത്താൽ തന്നെ മതി. പക്ഷെ ആ പന്ത് നേരിടുമ്പോൾ ഓരോ പന്ത് ഷോട്ട് കളിച്ചൊരു രീതിയിൽ കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സഞ്ജുവിന് നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ സഞ്ജു തിരിച്ചു വരും, ഈ ഒരു വലിയ ഫോം ഔട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മുൻ മത്സരം വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഗോൾഡൻ ഡക്കായിൽ നിന്ന് തിരിച്ചു വരും, സഞ്ജു തിരിച്ചു വരും ലക്ഷണങ്ങൾ കാണിച്ചു പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഇന്നലത്തെ മത്സരം വെച്ചിട്ട് സഞ്ജു തിരിച്ചു വരുന്നത് പറയുന്നുണ്ട്, ബോൾ ഫേസ് ചെയ്തതിൻ്റെ എണ്ണം വെച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തിരിച്ചു വരുമെന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റില്ല. സഞ്ജു ക്രീസിലുണ്ടായിരുന്നു, പന്ത് നേരിട്ടിരുന്നു എന്ന് മാത്രം പറയാൻ പറ്റും. കാരണം സഞ്ജുവിൽ നിന്നാണോ ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നതിലേക്ക് വരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു നിർണായക മത്സരത്തിൽ നമ്മളിപ്പം ടീമിൻ്റെ മാറ്റങ്ങൾ വരുത്തി, ശരിയാണ്, അനാവശ്യ ചേഞ്ചസ് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതോടെ തോൽവിയിലേക്ക് നയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അനാവശ്യ ചേഞ്ചസ് എന്നെല്ലാം പറഞ്ഞത് പരിക്കേറ്റതുകൊണ്ടാണ് ഇഷാനെ മാറ്റിയിട്ട് അർഷ്ദീപിനെ കൊണ്ടുവന്നത്. ഇഷാനെ മാറ്റി അർഷ്ദീപിനെ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞത്. അവിടെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ മറ്റു താരത്തിന് ബാറ്ററിനെ തന്നെ സ്പെഷ്യൽ ശ്രേയസ് ഉണ്ടായിരുന്നു ടീമിൽ. ഇവർ ലോകകപ്പിലേക്കുള്ള സ്ക്വാഡർ വെച്ച് കളിപ്പിക്കുന്നതോടായിരിക്കും ശ്രേയസിനെ പുറത്തിരുത്തുന്നത് ആണ് കരുതുന്നത്. എങ്കിൽ കൂടി ആളത്തെ ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടാണ് ഈ പ്രശ്നം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു ബാറ്റർ കൂടി നമുക്കൊരു മികച്ച ടോപ്പ് ഓർഡറിൽ കളിക്കാനുണ്ട്, അല്ലെങ്കിൽ മധ്യത്തിൽ കളിക്കാനുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ സ്കോർ മാറി വന്നേനെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ജയത്തിലേക്ക് അടുക്കാനായിരുന്നു. 50 റൺസിന്റെ തോൽവിയിലേക്ക് വരില്ലായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വരുന്നത് ആ ഒരു ഘട്ടത്തിൽ ഇപ്പം സഞ്ജുവിൽ നിന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഈ ഒരു ഇതിലേക്ക് പോകുമ്പം ലോകകപ്പിലേക്ക് എത്തുമ്പം ഇങ്ങനൊരു നമുക്കൊരു നോക്കൗട്ട് സ്റ്റേജിലാണ് മത്സരമെങ്കിൽ ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ സഞ്ജുവിനെ പോലെ താരത്തിൽ നിന്ന് നമുക്കൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇഷാൻ പരിക്ക് വന്ന് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ
ലോകകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് പ്ലേയിങ് ലെവനെ എടുക്കുമ്പോൾ നമുക്ക് സഞ്ജുവിനെ ഒരു മിഷാൽ എടുത്താൽ ഒരു കുറ്റവും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ സഞ്ജുവിനെ കളിപ്പിക്കാത്ത എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇത്രയും പിന്നെ മോശം ഫോമിൽ നിൽക്കുന്നു. ഈ കിട്ടിയ അവസരത്തിൽ ഇപ്പം നിർണായകമായി പിന്നെ നിർണായക പ്രകടനം പുറത്തെടുക്കുന്ന മത്സരത്തിൽ ഇങ്ങനെ പുറത്താവുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ബാറ്റ് ചെയ്യുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്ക് വീണ്ടും എടുത്തത് ഇപ്പം സിമ്പിളായിട്ട് വെച്ചാൽ ഗില്ലിന് പകരം സഞ്ജുവിനെ കൊണ്ടുവന്നിട്ട് വല്ല മാറ്റം ഉണ്ടോ വെച്ചാൽ ഇല്ലാന്ന് പറയേണ്ടി വരും. ഇതിനേക്കാൾ നല്ലത് ഗില്ലായിരുന്നില്ലേ ചോദിച്ചാൽ ചിലപ്പം ആണെന്ന് പറയേണ്ടി വരും. ആ അവസ്ഥയിലേക്കാണ് സഞ്ജു കൊണ്ടുപോകുന്നത്. പക്ഷേ ഇപ്പം പറഞ്ഞാൽ തന്നെ മറ്റൊരു വാദം, സഞ്ജു അധികം ബോൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ന്യായത്തിനാണെങ്കിലും പറയുന്നതാണ്, സഞ്ജു ബോൾ ന്യായീകരിക്കുക തന്നെ പറയാം. സഞ്ജു ബോൾ ഫേസ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്താണ്, സ്വന്തം നാട്ടിലാണ് മത്സരം. ഇവിടെ നിന്നൊരു പിന്നെ ചെറിയൊരു സ്പാർക്ക് കിട്ടിയാൽ, ചെറിയ സ്പാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസിലാൻഡ് തന്നെ ആയതുകൊണ്ട് ആ സ്പാർക്ക് കിട്ടിയാൽ ലോകകപ്പിൽ ഇപ്പം കളിക്കുന്ന മറ്റ് ന്യൂസിലാൻഡ് മാത്രമാണല്ലോ താരം ഇങ്ങനെ പതറുന്നത്. മറ്റു ടീമുകൾക്ക് ഒരു കോൺഫിഡൻസ് ലെവലിൽ കൂട്ടി വരാൻ പറ്റുകയാണെങ്കിൽ ന്യൂസിലാൻഡിനെ മുന്നിൽ കിട്ടിയാലും കളിച്ച് പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന പ്രതീക്ഷിക്കാം. സഞ്ജു ആണ് നമ്മൾ എപ്പോഴും പറഞ്ഞത്, സഞ്ജു പൊരുതി വന്നതാണ്. പക്ഷെ പൊരുതി വന്നിട്ട് ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ ഇങ്ങനെ വീണ് പോകേണ്ടവനല്ല സഞ്ജു. അത് സഞ്ജു തന്നെ തിരിച്ചു തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സമ്മർദ്ദം സഞ്ജുവിനെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഇന്നലത്തെ മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യ ടോസ് ലഭിച്ചിട്ട് ന്യൂസിലാൻഡിന്റെ ബാറ്റ് ചെയ്യാൻ വിടുന്ന ഒരു സമയത്ത് ടിം സൈഫർട്ടും അതുപോലെ തന്നെ കോൺവേ രണ്ടുപേരും നല്ല മികച്ച തുടക്കം ആണ് ടീമിന് നൽകിയതെന്ന കാര്യത്തിൽ സംശയമില്ല. അവരെ സംബന്ധിച്ച് നമുക്കറിയാം, ന്യൂസിലാൻഡ് വളരെ ഇതായിട്ട് വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. ഇപ്പൊ 215 റൺ അവര് നേടുന്നുണ്ട് ഈ മത്സരത്തിൽ. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇന്ത്യനെ സംബന്ധിച്ച് നിർണായകമായിട്ട് കുറച്ച് വിക്കറ്റുകൾ മധ്യനിരയിൽ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ശരിയൊരു കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു 100 റണ്ണിലാണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നെങ്കിൽ അടുത്തൊരു 37 ഇടയിൽ 4 വിക്കറ്റ് പോകുന്നുണ്ട് ടോട്ടൽ 37 റൺ എടുക്കുന്നതിന്റെ ഇടയിൽ. പക്ഷെ അവസാനം ഡാരൽ മിച്ചലിന്റെ ഒരു ഇന്നിങ്സും കൂടി വന്നോട് കൂടിയിട്ട് 215 എന്ന് പറയുന്ന ഒരു മികച്ച സ്കോറിലേക്ക് ന്യൂസിലാൻഡ് പോകുന്നു. മറുവശത്ത് നമുക്കറിയാം, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇഷാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കോമ്പിനേഷനിൽ ചെറിയ ചേഞ്ചുകൾ വരുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അഭിഷേക് ഫസ്റ്റ് ബോൾ തന്നെ പുറത്താകുന്നു, സൂര്യകുമാർ യാദവ് 8 റൺ എടുത്തിട്ട് പുറത്താവുന്നുണ്ട്, ഹാർദിക് പാണ്ഡ്യ 2 റൺ എടുത്ത് പുറത്താവുന്നുണ്ട്. അതായത് നല്ല ഫോമിൽ ഉണ്ടായിരുന്ന 3 താരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മടങ്ങുന്ന ഒരു സാഹചര്യം. നമുക്ക് ആ ടീമിന്റെ ഒരു സ്ട്രക്ചർ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ സ്ട്രക്ചറിൽ തിലകായിരുന്നു നമ്മുടെ 3-ാം നമ്പർ എങ്കിൽ സൂര്യകുമാർ യാദവാണ് 3-ാം നമ്പറിൽ കളിക്കാൻ വരുന്നത്. അത് മാത്രമല്ല റിങ്കു സിംഗ് ആണ് 4-ാം നമ്പറിൽ, അതായത് മൊത്തത്തിൽ ടീമിന്റെ സ്ട്രക്ചർ മൊത്തത്തിൽ മാറ്റുന്ന അങ്ങനെ മാറുന്ന ഒരു കോമ്പിനേഷനിൽ ഒരു വിചിത്രമായ ഒരു കോമ്പിനേഷൻ എന്ന് പറയില്ല, നമ്മൾ സമീപകാലത്തൊന്നും ഇന്ത്യൻ ടീമിൽ കാണാത്ത തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ റിങ്കു സിംഗ് നമുക്ക് അറിയാം, റിങ്കു ഒരു ഫിനിഷറാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ 30 പന്തിൽ 39 റൺ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ ചേസ് ചെയ്യുന്ന ഒരു സ്കോർ വെച്ചിട്ട് അത് ഒട്ടും നീതീകരിക്കാൻ പറ്റുന്ന ഒരു റണ്ണല്ല. അത് കഴിഞ്ഞിട്ടാണ് ശിവൻ ദുബെയുടെ ഒരു ഇന്നിങ്സ് വരുന്നത്. ഞാൻ ശിവൻ ദുബെയുടെ കാര്യം പറയുകയാണെങ്കിൽ നിർഭാഗ്യം എന്ന് തന്നെ ഇന്നലെ ശിവൻ ദുബെ ഔട്ടായ രീതിയിൽ പറയേണ്ടി വരും. കാരണം 23 പന്തിൽ 15 പന്തിൽ 60 സെഞ്ചുറി, 23 പന്തിൽ 65 റൺ എടുത്ത് 7 6 ആണ് തൂക്കിയത്. 7 6, അതായത് ഒരു തരത്തിലും എനിക്ക് തോന്നുന്നത് സ്പിന്നിനെയൊക്കെ നേരിടുന്നതിൽ സമീപകാലത്ത് ദുബൈ ഒരു പിന്നോക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ നമ്മൾ കണക്കുകളൊക്കെ വെച്ച് പറയാറുണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ ഒന്നും നിൽക്കാത്ത തരത്തിലുള്ള അമ്മാതിരി അടി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിന്നിട്ട് ബൗളറുടെ കയ്യിൽ തട്ടി പന്ത് വന്നിട്ട് ഓടാൻ കയറുന്ന സമയത്ത് വന്നിട്ട് റണ്ണൗട്ട് ആവും. വളരെ നിർഭാഗ്യകരം എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കറിയാം ഹർഷിത് റാണ നമുക്ക് വല്ലപ്പോൾ ഹർഷിത് റാണേനെ ഒരിക്കലും ഒരു ടീമിന്റെ ബാറ്ററായിട്ട് കാണാൻ പറ്റില്ല. ഹർഷിത് അടിക്കുന്ന റണ്ണ് ബോണസ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു മത്സരമായിരുന്നു. 13 പന്തിൽ 9 റണ്ണാണ് ഹർഷിത് നേടിയത്. അല്ല, ഇത് ബോളിങ്ങിലെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ബോളിങ്ങില് 4 ഓവറിൽ 54 റണ്ണ് വഴങ്ങിയിട്ടുണ്ട്, വിക്കറ്റ് വീഴ്ത്തിയിട്ടില്ല. മാത്രമല്ല രവി ബിഷ്ണോയ് 4 ഓവറിൽ 49 റണ്ണ് വഴങ്ങിയിട്ടുണ്ട്. കുൽദീപ് യാദവ് 4 ഓവറിൽ 39 റണ്ണ്. എനിക്ക് തോന്നുന്നത് കുറച്ച് ബെറ്റർ ആയിട്ട് അർഷദീപാണ് 4 ഓവറിൽ 33 റൺ വഴങ്ങി ഒരു 2 വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നല്ല പെർഫോമൻസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബുംറ 38 റൺ വഴങ്ങി 1 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. കുൽദീപ് യാദവ് 2 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. അല്ല, ഹർഷിത്തിനെ വെച്ചിട്ട് ഒരു ബാറ്റിംഗ് ഡെപ്ത് പരീക്ഷണം അല്ലെങ്കിൽ ഹർഷിത്ത് അടിക്കുന്ന റണ്ണ് ബോണസ് എന്നേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു മത്സരം തന്നെയായിരുന്നു.
പിന്നെ ഞാൻ നേരത്തെ പറയുമ്പോൾ സഞ്ജുവിനെ ഫോം ഔട്ട് എന്ന് നമ്മൾ കുറച്ചു കാലമായിട്ട് പറയുന്നു, സഞ്ജു ഫോം അല്ല. പക്ഷെ സഞ്ജുവിന് ഏറ്റവും നല്ല അവസരമായിരുന്നു ഇന്നലത്തെ മാച്ച് എന്ന് പറയുന്നത്. വളരെ എനിക്ക് ആ ഒരു മാച്ചിനകത്ത് ഒരു മിതമായ രീതിയിൽ കുറച്ചുകൂടിയൊക്കെ ഇന്നിങ്സ് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ത്യക്ക് ജയിക്കാവുന്ന ഈ ദുബൈയുടെ ഇന്നിങ്സും അതോടൊപ്പം ഒരു അംഗീകൃത ബാറ്ററും കൂടി അവിടെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ റിങ്കുവിന് വരുമ്പം ഒന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ സഞ്ജുവിന്റെ ഈ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ സഞ്ജു അഭിഷേക് കോംബോ നമുക്ക് സഞ്ജു അഭിഷേകിന്റെ കോംബോ ഇതുവരെ ഈ പരമ്പരയിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഓരോ താരം വേഗം പുറത്താവുന്നു. പക്ഷെ അങ്ങനെ സഞ്ജു വേഗം പുറത്താകുമ്പോൾ അഭിഷേക് ആ ഒരു ചുമലിലെടുത്ത് അഭിഷേക് ഇന്നിങ്സിന് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്, ഒരു റോള് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നലെ അതിപ്പോൾ എപ്പോഴും സഞ്ജു പോകുമ്പോൾ അഭിഷേക് ചെയ്യുന്നതിന് പകരം ഇന്നലെ അഭിഷേക് പോയപ്പോൾ സഞ്ജു ഇത് കാണിക്കണമായിരുന്നു. പറഞ്ഞ പോലെ ഒന്ന് പതിയെ തുടങ്ങി. ഓക്കെ, ഇന്നലെ ഉണ്ടായ പോലെ തന്നെ പതിയെ തുടങ്ങിയിട്ട് പിന്നെ ഗിയർ മാറ്റിയാലും മതി. അല്ല, സഞ്ജുവിന്റെ സ്വന്തം ഗെയിം എന്താണോ ആ ഗെയിം കളിച്ചാൽ മതി. അനാവശ്യമായിട്ട് മറ്റുള്ള ഒരു ഗെയിമിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കണ്ട. എന്താണോ സഞ്ജു കഴിഞ്ഞ 2024 ചെയ്തത് അത് ചെയ്താൽ മതി. ഈ അഭിഷേകിന്റെ കാര്യം പറയുമ്പോഴേ, അഭിഷേകിന്റെ ഈ ഹൈ റിസ്ക് ഹൈ റിവാർഡ് സ്ട്രാറ്റജിയിൽ നമുക്ക് സംഭവിക്കുന്നത് ഇതാണ്. അപ്പൊ ഒരു അഭിഷേക് ഇന്നലെ കുറച്ചും കൂടെ ഒക്കെ കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ത്യ ഇന്നലെ ജയിക്കുമായിരുന്നു. അതങ്ങനെയാണ് അതിന്റെ ഒരു ഇത് കിടക്കുന്നത്. അപ്പൊ അഭിഷേകിനെ സംബന്ധിച്ച് ആദ്യ പന്തിൽ തന്നെ ഒരു നമുക്കറിയാം അഭിഷേകിനെ റീഡ് ചെയ്യുന്നുണ്ട് ബോളർമാർ ആദ്യ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കൂറ്റിനടിക്കാണ്. ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചില്ലെങ്കിലും T20 കളിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് അത് അഭിഷേകിനെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് നിർണായകമായ മത്സരങ്ങളിൽ അങ്ങനെ പെട്ടെന്ന് പുറത്താവുമ്പോൾ അഭിഷേക് എടുക്കുന്ന പവർ പ്ലേയിൽ അഭിഷേക് എടുക്കുന്ന ഒരു 15 ബോളിൽ 35 ആണെങ്കിൽ പോലും അല്ലെങ്കിൽ 15 ബോളിൽ 40 ആണെങ്കിൽ പോലും അതിനൊരു ഇമ്പാക്ട് ഉണ്ട് പവർ പ്ലേയിൽ തന്നെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്തിനെ കുറിച്ച് പറഞ്ഞിട്ട് മുൻ പാകിസ്ഥാൻ താരം ബാസിദ് അലി പറഞ്ഞത് ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് നോക്കുക, അഭിഷേക്, സഞ്ജു, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ബാറ്റിംഗ് നിര, ഹാർദിക്, റിങ്കു, ശിവൻ ദുബെ ഇങ്ങനെയുള്ള ഒരു ബാറ്റിംഗ് നിരക്കെതിരെ കളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെ എങ്ങനെ നേരിടണം, എങ്ങനെയാണ് പാക് പരിശീലകൻ ഇവരെ നേരിടുന്നതിൽ വേണ്ടി തയ്യാറെടുക്കേണ്ടത് പറഞ്ഞപ്പോൾ ബാസിദ് അലി പറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കാന്നായിരുന്നു. കാരണം അത്ര ആ ഒരു രീതിയിൽ ഇന്ത്യൻ ടീമിനെ പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തില് അഭിഷേകിന്റെ ഒരു പവർ പ്ലേയിൽ തന്നെ കാര്യങ്ങൾ തീരുമാനമാക്കാനുള്ള ഒരു കഴിവ് അഭിഷേകിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അഭിഷേകിന്റെ ഇന്നലത്തെ ഒരു പെട്ടെന്ന് പുറത്തായത് ടീമിനെ ഭയങ്കരധികം ബാധിച്ചു. പക്ഷെ ആ ഒരു റോള് എടുക്കേണ്ടത് സഞ്ജു ആയിരുന്നു. സഞ്ജുന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ. പക്ഷെ അത് സാധിച്ചില്ല. അതിന്റെ കടുത്ത നിരാശയുണ്ട്. വിമർശനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുകയുള്ളൂ. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ സഞ്ജു തിരിച്ചു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ സഞ്ജുനോട് ചോദിക്കുന്ന അല്ലെങ്കിൽ സഞ്ജുന് ടൈം കിട്ടും. ഇപ്പൊ ഇനി സമയം കിട്ടിയില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യൻ ടീമിനകത്ത് ഒരുപാട് താരങ്ങൾ ടീമിനകത്ത് തള്ളി കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന താരങ്ങളുണ്ട്. അപ്പൊ പുതിയ താരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യ എ ടീമിലേക്ക് പ്രിയാൻ ഷാരിയനെ ഇന്ത്യ പരിഗണിക്കുന്ന ഉള്ള രീതിയിൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതായത് ഈ ലോകകപ്പിന് മുമ്പ് വാമപ്പ് മത്സരങ്ങളിൽ ഇന്ത്യയുടെ മെയിൻ ടീം മാത്രമല്ല കളിക്കുന്നത്. ഇന്ത്യയുടെ മെയിൻ ടീം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട്, ഒരു സെന്നാ മത്സരം കളിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ USA, നമീബിയ പോലുള്ള രാജ്യങ്ങൾക്കെതിരെ കളിക്കാൻ ഇന്ത്യയുടെ ഒരു എ ടീം കൂടി വരാനുള്ള ഒരു സാധ്യത അല്ല, അതുണ്ട്, പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മുടെ പ്രിയൻ ഷാരിയനെ പോലുള്ള പുതിയ താരങ്ങൾ. അപ്പൊ നമുക്ക് പ്രിയൻ ഷാരി ഒരു ടോപ്പ് ഓർഡർ ഒരു ഓപ്പണറാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് താരങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അധിക കാലമൊന്നും ഇനി അവസരം ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ ഫോമിൽ എത്താമെന്ന് പറഞ്ഞിട്ട് ടീമിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ.